ഹേ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഇവിടുത്തെ ദോശ കോർണറാണ് അരാസു യൂണിറ്റിൻ്റെ. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ദോശ കോർണർ ഉള്ളത്. അച്ഛനാണ് കേട്ടോ ഇങ്ങനൊരു ദോശ കോർണർ സ്റ്റാർട്ട് ചെയ്തത്. അച്ഛനാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അമ്മയാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ ചെയ്തത്. ഏകദേശം 1 വർഷമായി കേട്ടോ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആൻഡ് ഇപ്പോൾ തന്നെ സിവിലിയൻസും അതേപോലെ പട്ടാളക്കാരും എല്ലാവരും ഒരുപോലെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. സൗത്ത് ഇന്ത്യൻ ഫുഡ് പൊതുവേ നോർത്ത് ഇന്ത്യൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എത്ര ദൂരത്തു നിന്നായാലും ഇവിടം വരെ വരാറുണ്ട്. ഈ റൈഫിൾ വുമണും ഞാൻ നേരത്തെ കാണിച്ച ബയ്യയാണ് കേട്ടോ ഈ ദോശ കോർണർ നോക്കി നടത്തുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ നടക്കാറുണ്ട് കേട്ടോ. ഒരു ദിവസം മിനിമം 3000 രൂപയുടെയും മാക്സിമം 7000 രൂപയുടെയൊക്കെ സെയിൽ നടക്കാറുണ്ട് കേട്ടോ. അമ്മയും അച്ഛനും ഇവിടെ വെറുതെ ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ആ നേരത്ത് ഒരു കോഫി അങ്ങകത്താക്കി. അമ്മ ഇങ്ങനെ അവർക്ക് ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ, എങ്ങനെ ക്രിസ്പി ദോശയൊക്കെ ഉണ്ടാക്കാന്നുള്ളത്. ആ നിൽക്കുന്ന ബയ്യയുടെ പേരാണ് നാദ്. ഈ ബയ്യ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ കുക്കായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് അമ്മ കൊടുത്ത ഡയറക്ഷൻസൊക്കെയാണ് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഒരു 4 മണി ആയപ്പോഴത്തേനും ദോശ കോർണർ തുറന്നു. അപ്പം തന്നെ ആൾക്കാരും വന്നു തുടങ്ങി. പട്ടാളക്കാരായാലും സിവിലിയൻസ് ആയാലും എല്ലാവരും വന്നു കേട്ടോ. ആൻഡ് അവരോട് അഭിപ്രായം ചോദിച്ചപ്പം അവരൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം വലിയ ദോശയാണ് ഇവിടെ ചുടുന്നത്. എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഈ ചേച്ചി ഭയങ്കര സ്വീറ്റാണ് കേട്ടോ. എനിക്ക് മോമോസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ.